അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ നാച്ചുറൽ വെജിറ്റേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ ഈ ഒരു സമതലത്തിന്റെ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ കാലാവസ്ഥകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ഓരോ 3 മേഖലകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവിടെയുള്ള സസ്യജാലങ്ങളെ കുറിച്ചാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, the natural vegetation found in the North Indian plain also shows the diversity. അല്ലെ, അവിടുത്തെ നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൽ മുഖ്യ ഘടകങ്ങളായിട്ട് വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാ മക്കളെ? ഇറ്റ് ഈസ് ഡൈവേഴ്സിറ്റി അല്ലെ, അതുപോലെ തന്നെ ടോപ്പോഗ്രഫി, ക്ലൈമറ്റ് ആൻഡ് the nature of the soil are some of the major factors that cause this diversity in natural vegetation. Okay, ഉത്തരേന്ത്യൻ സമതലത്തിലെ നൈസർഗിക സസ്യജാലങ്ങൾക്ക് ഏറെ വൈവിധ്യമുണ്ട്. ആ ഒരു വൈവിധ്യം വരാൻ കാരണമായിട്ടുള്ള മുഖ്യ ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് മക്കളെ? ഇറ്റ് ഈസ് ഭൂപ്രകൃതി, ടോപ്പോഗ്രഫി അല്ലെ, അതുപോലെ തന്നെ കാലാവസ്ഥ, ക്ലൈമറ്റ്, മണ്ണിന്റെ സ്വഭാവം, അതാണ് പറഞ്ഞത് എന്ത്, നാച്ചർ ഓഫ് ദി സോയിൽ എന്നത് മുഖ്യ ഘടകങ്ങളാണ് ഈ ഒരു നൈസർഗിക സസ്യജാലങ്ങളിലെ വൈവിധ്യത്തിന് കാരണം. ഇത്തരം മുഖ്യ ഘടകങ്ങളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാ മുഖ്യ ഘടകങ്ങൾ മക്കളെ? ടോപ്പോഗ്രഫി, ക്ലൈമറ്റ്, നാച്ചർ ഓഫ് സോയിൽ ആൻഡ് ഇറ്റ്സ് ഡൈവേഴ്സിറ്റി. ഓക്കെ, ഇനി എന്താണ് നാച്ചുറൽ വെജിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കിയാലോ? Okay, the term natural vegetation refers to a plant community that has been left undisturbed for a long period. അല്ലേ, മനുഷ്യന്റെ ഇടപെടലുകളില്ലാതെ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയെയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? നൈസർഗിക സസ്യജാലങ്ങൾ എന്നറിയപ്പെടുന്നു. അല്ലെ, ആ ഒരു ഇതിന് മനുഷ്യന്റെ ഒരു തരത്തിലുള്ള ഇടപെടലുകളിൽ ഇല്ലാതെ വളരുന്ന സസ്യജാലങ്ങളെ നമ്മൾ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പേരിട്ടു. ഓക്കെ, ഇറ്റ് ഈസ് the term natural vegetation refers to the community that has been left undisturbed by humans and enabling its individual species to fully adapt to the respective climate and soil condition. മനുഷ്യ ഇടപെടലുകൾ ഇല്ലാതെ അവിടെയുള്ള കാലാവസ്ഥയ്ക്കും ഫലഭൂഷ്ടമായ മണ്ണിനും അനുസൃതമായി വളരുന്ന ആ ഒരു ടേമിനെയാണ് നമ്മൾ നാച്ചുറൽ വെജിറ്റേഷൻ അല്ലെങ്കിൽ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പേരിടാൻ കാരണം. ഓക്കെ, ഇനി moist deciduous forest, the most important natural vegetation generally found in these plains, are given below. എന്താണ് ഇവിടെ മെയിൻലി കാണപ്പെടുന്ന ഒരു നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത് മോയിസ്റ്റ് ഡെസിഡുവസ് ഫോറസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എന്താണ് ഉത്തരേന്ത്യൻ സമതലത്തില് പൊതുവെ നമ്മൾ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങളാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ ഒരു നാച്ചുറൽ വെജിറ്റേഷന്റെ ഡിവിഷൻസ് എന്ന് നോക്കിയാലോ നമുക്ക്? ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിക്കേ മക്കള്. ദ ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റ് എന്ന് വെച്ചാൽ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ അല്ലേ. ഓക്കെ, സെക്കൻഡ് വൺ നോക്കിക്കേ. ദ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ്. എന്താണ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ്? ഉഷ്ണമേഖല മുൾക്കാടുകളെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് എന്ന് അല്ലേ. ആൻഡ് ലാസ്റ്റ് വൺ ഇറ്റ് ഈസ് സ്വാംപ് ഫോറസ്റ്റ്. എന്താണ് സ്വാംപ് ഫോറസ്റ്റ്? ഇറ്റ് ഈസ് ചതുപ്പ് നിലവനങ്ങൾ അല്ലെ. ചതുപ്പ് നിലവനങ്ങളെ നമ്മൾ സ്വാംപ് ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ മക്കള് പറഞ്ഞേ, ഈ ഒരു ഉത്തരേന്ത്യൻ മേഖലയിലെ നൈസർഗിക സസ്യജാലങ്ങളെ നമ്മൾ 3 തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റ് ആൻഡ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ സ്വാംപ് ഫോറസ്റ്റ്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. ഓക്കെ, ഇതാണ് ഈ ഒരു പിക്ചറിൽ കാണുന്നതാണ് എന്ത് മക്കളെ? ഈ 3 നാച്ചുറൽ വെജിറ്റേഷനെ ഡിവൈഡ് ചെയ്തു. അതിന്റെ പിക്ചറൈസേഷൻ ആണ്. ഫസ്റ്റ് വൺ ഏതാണ്?
ഫസ്റ്റ് വൺ ആണ് ഉഷ്ണമേഖല അല്ലെ, വരണ്ട ഇല പൊഴിയും കാടുകളുടെ ഒരു ചിത്രമാണ് കേട്ടോ ഇവിടെ തന്നിരിക്കുന്നത്. രണ്ടാമത്തെ നോക്കിക്കേ, ഉഷ്ണമേഖല മുൾക്കാടുകളാണ് ഇത് കാണുന്നത്. ഓക്കെ, ആൻഡ് തേർഡ് വൺ പിക്ചർ ചതുപ്പ് നിലങ്ങൾ അല്ലെ, സ്വാമ്പ് ഫോറസ്റ്റ്, അതിന്റെ പിക്ചറൈസേഷൻ ആണ് കേട്ടോ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോ എന്താണ് ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ്, അതിന്റെ ഡിവിഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ വെജിറ്റേഷന്റെ ഫസ്റ്റ് വനങ്ങളെ, ആ വനമേഖലകളുടെ പേരാണ് ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ആർ ഫർദർ ഡിവൈഡഡ് ഇൻടു 2 ഫോം. അപ്പോൾ 2 ഡിവിഷൻ ആയിട്ട് ഈ ഒരു ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റിനെ നമ്മൾ 2 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് 2 ആയി തരംതിരിക്കുമ്പോൾ? ദേ ആർ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ആയിട്ടും മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ആയിട്ടും നമ്മൾ ഈ ഒരു ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ 2 ആയിട്ട് തരംതിരിക്കുന്നു എന്ന് പറയുന്നു. ഏതൊക്കെയാണ് 2 ആയി തരംതിരിക്കുമ്പോൾ അതിന്റെ ഡിവിഷൻസ് ഏതൊക്കെയാണ്? വരണ്ട ഇലപൊഴിയും കാടുകളായിട്ടും ആർദ്ര ഇലപൊഴിയും കാടുകളായിട്ടും അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു എന്നാണ് മക്കൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണ്? ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റിന് നമ്മൾ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്നും മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്നും ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ എന്താണ് ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ്? ആ ഒരു വനങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ മക്കളെ. ഇറ്റ് ഈസ് ദ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ആർ ഫൗണ്ട് ഇൻ ദോസ് റീജിയൻ വെർ ദ ആനുവൽ റെയിൻഫോൾ റേഞ്ചസ് ബിറ്റ്വീൻ 70 സെന്റിമീറ്റർ ആൻഡ് 100 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ലഭിക്കുന്ന മഴയുടെ അളവ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന, ആനുവൽ റെയിൻഫോൾ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ വരണ്ട ഇലപൊഴിയും കാടുകൾ എന്ന് പറയാൻ കാരണം. ഓക്കെ, പിന്നെ മറ്റൊരു സവിശേഷത, ഇൻ ദിസ് ഫോറസ്റ്റ് trees shed their leaves for approximately 6 to 8 weeks in the dry season when sufficient moisture is not available. അപ്പൊ അവിടെ ഇല പൊഴിയുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് എത്രയാണ് അല്ലേ? അന്തരീക്ഷ സ്ഥിതിയിൽ ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ ഈ സസ്യങ്ങൾ, ഈ ഒരു ഫോറസ്റ്റ് എല്ലാ ട്രീസ് ഇലകൾ പൊഴിക്കുന്ന ടൈമാണ് എത്ര? 6 മുതൽ 8 ആഴ്ച വരെ എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിലുള്ള വരണ്ട ഇല പൊഴിയും വനങ്ങൾ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ മക്കൾ ഏതൊക്കെയാണ് പറയാ? ഓക്കെ, ഇറ്റ് ഈസ് ദ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ആർ ഫൗണ്ട് ഇൻ ദ പ്ലെയിൻസ് ഓഫ് ഉത്തർപ്രദേശ് ആൻഡ് ബീഹാർ അല്ലെ. ഉത്തർപ്രദേശ്, ബീഹാർ സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിലുള്ള വരണ്ട ഇലപൊഴിയും കാടുകൾ കാണാൻ കഴിയുന്നത് എന്ന് മക്കൾ മനസ്സിലാക്കിയാൽ മതി അല്ലെ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്കൻഡ് ഡിവിഷൻ ഓഫ് ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ്, ഇറ്റ് ഈസ് മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് അല്ലെ. ആർദ്രതയുള്ള ഇലപൊഴിയും വനങ്ങൾ എന്താണ്? Moist deciduous forests are found in areas with moderate rainfall അല്ലെ. ഒരു നേരിയ മഴ ഒക്കെ ലഭിക്കുന്ന ഏരിയാസ് ഇല്ലേ, 100 സെന്റിമീറ്റർ 200 സെന്റിമീറ്റർ പെർ ആനുമിലാണ്, ആ ഒരു റേഞ്ചിലാണ് മഴ. ഈ മോയിസ്റ്റ് ആർദ്രത ഉള്ള ഇലപൊഴിയും കാടുകളിൽ ലഭിക്കുന്ന മഴയുടെ അളവ് എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ അല്ലെ. 100 സെന്റിമീറ്റർ എന്നും 200 സെന്റിമീറ്റർ ഇടയിൽ വാർഷികമായി ലഭിക്കുന്ന ടെറായ് ബാബർ മേഖല ഉൾപ്പെടുന്ന സിവാലിക് തായ്വര അല്ലെ. ഓക്കെ, 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന ഇലപൊഴിയും വരണ്ട വനങ്ങളെയാണ് നമ്മൾ എത്ര മഴ ലഭിക്കുന്നു അതിന്റെ റേഞ്ച് ആണ് പറഞ്ഞത്. പിന്നെന്താണ്? ദേ ആർ മെയിൻലി സീൻ അലോങ് ദ സ്ട്രിപ്പ് ഓഫ് ശിവാലിക് റേഞ്ചസ്. ശിവാലിക് റേഞ്ചസിലാണ് കേട്ടോ ഇത്തരത്തിലുള്ള ഇലപ്പൊഴിയും വനങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുകൂടാതെ ഏതൊക്കെയാണ് ആ റേഞ്ചസ് എന്ന് ചോദിക്കുമ്പോൾ ഏതൊക്കെ പറയും? ഇറ്റ് ഈസ് ടെറായ് ആൻഡ് ബാബർ and in certain parts of Odisha, West Bengal, ഈ ഒരു ശിവാലിക് പർവ്വതനിരയുടെ ഭാഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അടുത്തുള്ള സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിലുള്ള മോയിസ്റ്റ് ഡെസിഡ്യൂസ്
ഫോറസ്റ്റ് കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത് അല്ലെ. പശ്ചിമ ബംഗാളിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാല് മക്കൾ ഏതൊക്കെയാ പറയാ? ഇറ്റ് ഈസ് ടീക്ക്, സാൽ, ശീശം, മഹുവ, ആംല, സാൻഡൽവുഡ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ തേക്ക് അല്ലെ, പിന്നെ സാൽ, ശീശം, മഹുവ, ആംല എന്ന് പറയുമ്പോൾ നെല്ലിക്ക അല്ലെ, ചന്ദനം എന്നിവ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന ചില സസ്യവർഗങ്ങളാണ് എന്നും കൂടി മക്കള് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോ ഏതൊക്കെ ശിവാലിക് പർവ്വതനിരയിൽ അടുത്ത് നിൽക്കുന്ന മേഖലകളിലാണ് ഇത്തരത്തിലുള്ള ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്ന മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് കാണപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്സ് പറയണം? ഫസ്റ്റ് വണ് നമ്മുടെ ഈ ഉത്തരേന്ത്യൻ മേഖലകളിലെ രണ്ട് മേഖലകളെ ഉൾപ്പെടുത്തണം, ബാബർ ആൻഡ് ചെറായ്. പിന്നെ ഓരോ സംസ്ഥാനങ്ങൾ, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നത്? ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒഡീഷ ആൻഡ് വെസ്റ്റ് ബംഗാൾ. അപ്പൊ ഈ ഒരു മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റിന്റെ എക്സാമ്പിൾസ് പറയാൻ പറഞ്ഞാൽ ഏതൊക്കെ പറയണം? തേക്ക്, സാൽ, ശീശം, മഹുവ, മഹുവ, നെല്ലിക്ക, ചന്ദനം. അതൊക്കെ ഈ ഒരു മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി ഏതൊക്കെ നല്ല കാലാവസ്ഥയിലാണ് ഈ ഒരു ഇത് നല്ല രീതിയിൽ ഉണ്ടാവുന്നത് എന്ന് കുറിച്ച് നോക്കിയാലോ? In the higher rainfall region of North Indian plain, this forest exhibits a park landscape characterized by open stretches of teak and other trees interspersed with patches of grass. എന്താ പറയുന്നത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ തേക്കും മറ്റ് വൃക്ഷങ്ങളും അവയ്ക്കിടയിൽ പുൽമേടുകളും കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒരു ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റില് ഒരു താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ തേക്ക് മരങ്ങൾ ഉണ്ടാവും. അത് കൂടാതെ പുൽമേടുകളും അതിന്റെ കൂടെ വളരുന്ന ഒരു ടൈമാണെന്നാ പറയുന്നത്. ഓക്കെ, and in the dry season when the trees shed their leaves entirely, these forests are transformed into vast grassland with bare trees. അപ്പോൾ ഈ ഒരു ടൈമിൽ നല്ലോണം ഇല പൊഴിയാൻ തുടങ്ങൂലേ വനങ്ങള്. അപ്പൊ അത് എന്തിന്റെ തുടക്കമാണ് കുറിക്കുന്നത്? വരൾച്ച കാലത്തിന്റെ തുടക്കത്തിൽ മരങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഇലകൾ പൊഴിക്കുകയും തൽഫലമായി ഈ മരങ്ങൾ എഴുന്നു നിൽക്കുന്ന പുൽമേടുകളായിട്ട് മാറുകയും ചെയ്യുന്നു അല്ലെ. ഇപ്പോ മഴക്കാലഘട്ടത്തിൽ ഈ തേക്കിന് ചുറ്റും പുൽമേടുകളായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിന്റെ ചുറ്റിലും. അത് കൂടാതെ വരൾച്ചയാകുമ്പോൾ, ചൂടുകാലമാകുമ്പോൾ ഈ പ്രദേശത്ത് സംഭവിക്കുന്ന എന്താണ്? ഇലകളൊക്കെ പൊഴിഞ്ഞിട്ട് അവിടെ എന്തായിട്ട് മാറുന്നു? പുൽമേടുകളായിട്ട് മാറുന്നത് കൊണ്ടാണ് ആ ഒരു കാലഘട്ടം ഈ ഒരു കാലാവസ്ഥയില് ഇങ്ങനെ കാണാൻ കാരണം എന്നാണ് പറയുന്നത്. ഓക്കെ, next one. And the natural vegetation in the western part of northern Indian plain എന്ന് പറയുന്നത് sparse due to low rainfall and intensive cattle rearing. ഓക്കെ, മഴക്കുറവും കന്നുകാലി മേയ്ക്കലിന്റെ വർധനവും കാരണം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സസ്യജാലങ്ങൾ വളരെ ശുഷ്കരമായ ഒരു പീരീഡ് വന്നു. എന്ന് വെച്ചാൽ കുറെ കാറ്റിൽ ഉണ്ട്, അവിടെ നല്ല മഴ ലഭിച്ചാലല്ലേ അവിടെ ഗ്രാസ് നല്ല രീതിയിൽ അതിനുള്ള പുല്ലുണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ കുറവായപ്പോ ഈ ഒരു ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വെജിറ്റേഷൻ അത് വലിയ തരത്തിൽ സസ്യജാലങ്ങൾക്ക് വലിയ തരത്തിലുള്ള അഗാധമായി പോയി എന്നാണ് പറയുന്നത്. പിന്നെയോ ഓക്കെ, ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് ആർ പ്രിവിലന്റ്. നമ്മൾ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് സെക്കൻഡ് നാച്ചുറൽ വെജിറ്റേഷൻ ഓഫ് നോർത്തേൺ പ്ലെയിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് ധാരാളമായിട്ട് കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതൊക്കെയാ പറയാ? ഇറ്റ് ഈസ് ഇൻ ദ ഏരിയാസ് ഓഫ് സൗത്ത് വെസ്റ്റ് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ ആൻഡ് ഉത്തർപ്രദേശ് അല്ലേ. പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലുമാണ് നമ്മൾ മേഖല മുൾക്കാടുകൾ കാണപ്പെടാറുള്ളത്. എവിടൊക്കെയാണ്? ഇറ്റ് ഈസ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് ക്യാൻ ബി സീൻ ഇൻ ഏതൊക്കെയാ മക്കൾ പറഞ്ഞേ? സൗത്ത് വെസ്റ്റ് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ ആൻഡ് ഉത്തർപ്രദേശ് അല്ലേ.
നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് നാച്ചുറൽ വെജിറ്റേഷൻ ഓഫ് നോർത്തേൺ പ്ലെയിൻ എന്ന് പറയുന്നത് സ്വാംപ് ഫോറസ്റ്റ് ആണ്. എന്താണ് സ്വാംപ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ആർ ദ നാച്ചുറൽ വെജിറ്റേഷൻ ഫൗണ്ട് ഇൻ ദ വാസ്റ്റ് സലൈൻ എക്സ്പാൻസസ് ഓഫ് രാജസ്ഥാൻ, ഫ്രഷ് വാട്ടർ ലേക്സ് and the freshwater marshes of Ganga plain and the flood plains of Brahmaputra and in the deltaic region of Sundarbans. എവിടേക്കാണ് ഇത്തരത്തിലുള്ള സ്വാംപ് ഫോറസ്റ്റ് കാണപ്പെടാറുള്ളത്? കൂടുതലായിട്ട് രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്വാംപ് ഫോറസ്റ്റ് കാണാം. പിന്നെയോ ശുദ്ധജല തടാകങ്ങളിൽ ഉണ്ടാവും, ഗംഗാ സമതലത്തിലെ ശുദ്ധജല ചതുപ്പുകളിൽ ഉണ്ടാവും, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങളിൽ കാണാം, സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജലങ്ങളെയാണ് നമ്മൾ ചതുപ്പ് നില വനങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോ ഏതൊക്കെ സ്ഥലത്തുള്ള ലേക്സ് ആയിട്ട് റിലേറ്റഡ് ആണ് ഇത്തരത്തിലുള്ള സ്വാംപ് ഫോറസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ഏതൊക്കെയാ മക്കള് പറയാ? It is, we can see in Rajasthan and in freshwater lakes, marshes of Ganga plain and also flood plains of Brahmaputra and deltaic region of Sundarbans. Okay. The marshy and expansive deltaic region of Ganga plain in West Bengal. ഇത്തരത്തിലായിട്ട് കാണപ്പെടുന്ന ഒരു ഡെൽറ്റൈക് റീജിയൻ, വെസ്റ്റ് ബംഗാളിൽ കാണപ്പെടുന്ന ഒരു ഡെൽറ്റ പ്രദേശമാണ് എന്ത് മക്കളെ, എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സുന്ദർബൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു സുന്ദർബൻസിലെ നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെയുള്ള സസ്യജാലങ്ങൾ എന്ന് പറയുന്നത് മാംഗ്രൂവ്സ് ആണ് അല്ലെ. This region serves as a natural habitat for Royal Bengal tiger. ഈ ഒരു ടൈഗർ സ്പീഷീസിലുള്ള റോയൽ ബംഗാൾ ടൈഗറും എവിടെയാണ് നിലനിൽക്കുന്നത്? ഈ സുന്ദർബൻസ് ഡെൽറ്റൈക് റീജിയനിലാണെന്ന് കൂടെ മക്കൾ മനസ്സിലാക്കണം. ഓക്കെ, എന്താണ്? പശ്ചിമ ബംഗാളിൽ ഗംഗാ സമതലത്തിന്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശത്തെയാണ് നമ്മൾ സുന്ദർബൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലെ. ഓക്കെ, ഇവിടെ നിബിഡമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യ ജീവജാലങ്ങളെയാണ് അതിനെ പറയുന്നതാണ്. ഇവിടെ കാണപ്പെടുന്ന ഈ സുന്ദർബൻസിൽ കാണപ്പെടുന്ന സസ്യ ജീവജാലങ്ങളെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നു? കണ്ടൽ കാടുകൾ അല്ലെങ്കിൽ മാംഗ്രൂവ്സ് എന്ന പേരിട്ടിട്ടാണ് വിളിക്കുന്നത്. പിന്നെ റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം കൂടിയാണ് എവിടെ? സുന്ദർബൻസ് എന്ന ഡെൽറ്റൈക് റീജിയനിൽ എന്നും മക്കള് മനസ്സിലാക്കണം. ഓക്കെ, ആൻഡ് ഈ ഒരു കണ്ടൽ കാടുകൾ എന്ന് പറയുന്ന പല ജീവജാലങ്ങളുടെ വാസസ്ഥലമാണ്. ഏതൊക്കെ ജീവജാലങ്ങളുടെ എന്ന് നോക്കിയാലോ? The roots of mangrove forests create a natural habitat for numerous aquatic species including fishes. അതിന്റെ വേരുകൾ എന്ന് പറയുമ്പോൾ അത്രയും ആഴത്തിലുള്ളതാണ്. അത് വളരെ വലിയ തരത്തിലുള്ള കൂടുതൽ ജീവജാലങ്ങൾക്കും അത് വാസസ്ഥലമായി മാറുന്നു. മെയിൻലി ഫിഷസ്, പിന്നെ പല ടൈപ്പ് ഓഫ് വെറൈറ്റി സ്പീഷീസിലുള്ള പക്ഷികൾക്ക്. ആൻഡ് സൂന്ദ്രി, a type of mangrove, stands out as one of the distinctive feature of Sundarban Delta. Sundarban Deltaic region-ന്റെ ഒരു പ്രധാനപ്പെട്ട സസ്യ എന്ന് പറയുന്നത് മാംഗ്രൂവ് ആണ്. എന്ത് മാംഗ്രൂവ്? സൂന്ദ്രി എന്ന ടൈപ്പ് ഓഫ് സ്പീഷീസിൽ അടങ്ങുന്ന കണ്ടൽ കാടുകൾ. ഓക്കെ, എന്താ പറയുന്നത് മക്കളെ? അപ്പോ നിരവധി ജലജീവി വർഗങ്ങൾക്ക് കണ്ടൽ സസ്യങ്ങളുടെ വേരുകളുമായിട്ട് സജീവ ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നുണ്ട്. ഇപ്പൊ പക്ഷികൾക്ക് അഭയകേന്ദ്രമാണ് ഇത്തരത്തിലുള്ള കണ്ടൽ കാടുകൾ അല്ലെ. അതുപോലെ തന്നെ സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികള് സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? ഇപ്പോ മക്കളോട് ചോദിക്കുകയാണ്, ഈ സുന്ദർബൻ ഡെൽറ്റ റീജിയൻസിന്റെ മുഖ്യമായ പ്രത്യേകത എന്താന്ന് ചോദിക്കുമ്പോൾ എന്ത് പറഞ്ഞാൽ മതി? ഇത്തരത്തിലുള്ള സുന്ദരി എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് മാംഗ്രൂവ് കൂടുതലുള്ള ഒരു റീജിയൻ ആണ്, ഡെൽറ്റൈക് റീജിയൻ ആണ് സുന്ദർബൻസ് എന്ന് മക്കള് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് സുന്ദർബൻ ഡെൽറ്റ പ്രദേശത്തിന്റെ ഒരു ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് പിക്ചർ നോക്കിയാലേ, സുന്ദർബൻ ഡെൽറ്റ പ്രദേശത്തിന്റെ ഉപഗ്രഹ ചിത്രം. ഓക്കെ, തേർഡ് വൺ സുന്ദർബൻ കണ്ടൽ കാടുകളിലെ മാംഗ്രൂവ് ഫോറസ്റ്റിന്റെ ഒരു പിക്ചറൈസേഷൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോയാലോ.
ഇതെന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങളുടെ അല്ലെ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ആണ് അവിടെ നിലനിൽക്കുന്നത്, അവിടെ കാണപ്പെടുന്ന മൃഗങ്ങള്, അവിടെ കാണപ്പെടുന്ന ഫോറസ്റ്റ് ഏരിയാസ് ഒക്കെയാണ് ഈ ഒരു മാപ്പിൽ കാണപ്പെടുന്നത്. എന്തൊക്കെയാണ്? കണ്ടൽ കാടുകള്, മാംഗ്രൂവ്സ്, പർവ്വത വനങ്ങള്. അപ്പൊ ഏതൊക്കെയാണ് വനങ്ങൾ എന്ന് പറയുന്നത്? ഉഷ്ണമേഖല ഇലപൊയ്യും കാടുകള്. ഇതൊക്കെ എന്താണ്? ഉഷ്ണമേഖല ഇലപൊയ്യും കാടുകളെ ഇതാക്കിയിട്ടാണ് ഇത്. ഈ ഒരു സ്ഥലത്തൊക്കെ ഉഷ്ണമേഖല ഇലപൊയ്യും കാടുകളാണ്. ഓക്കെ. പിന്നെ ഈ യെല്ലോ റീജിയൻസ് ആണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് ഈ യെല്ലോ പോർഷനിലാണ്. ഓക്കെ. പിന്നെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയായിട്ടാണ്? ഈ ഒരു റീജിയൻസിലായിട്ടാണ്. ഓക്കെ. പിന്നെ ഉത്തരേന്ത്യൻ സമതലം നിലനിൽക്കുന്ന ഈ ഒരു പോർഷനിലും അതിന്റെ വെജിറ്റേഷൻ ആണ് ചുറ്റുള്ള ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് എന്തൊക്കെ തരത്തിലുള്ള മണ്ണിനങ്ങളാണ് ഉത്തരേന്ത്യൻ സമതലത്തിൽ വ്യാപകമായി ഉണ്ടായിട്ടുള്ളത് എന്ന് നോക്കിയാലോ. ഓക്കെ. ദ മെയിൻ സോയിൽ ടൈപ്സ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ മണ്ണിനങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോ ഫസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് സോയിൽ ടൈപ്പ് ഓഫ് നോർത്തേൺ പ്ലെയിൻ, ഇറ്റ് ഇസ് അലൂവിയൽ soil, എക്കൽ മണ്ണ് അല്ലെ. The soil which is widespread in the northern plain is alluvial soil. അല്ലെ, ഉത്തരേന്ത്യൻ സമതലങ്ങളില് മണ്ണിനങ്ങളില് കൂടുതലായിട്ട് വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് ഏത് മക്കളെ? എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. ഏതാണ് ഈ ഒരു ഉത്തരേന്ത്യൻ സമതലത്തിൽ വ്യാപകമായി കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ മക്കളെ ഏത് മണ്ണിന്റെ പേരാണ് പറയേണ്ടത്? എക്കൽ മണ്ണിന്റെ, അലൂവിയൽ സോയിലിന്റെ പേരാണ് കേട്ടോ പറയേണ്ടത്. ഓക്കെ. ഇനി ആ സോയിലിന്റെ കുറച്ച് സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ദ അലൂവിയൽ സോയിൽ വാരി ഇൻ നാച്ചർ ഫ്രം സാൻഡി ലോം ടു ക്ലേ. അതിന് പല മണ്ണിലും അത് പല രീതിയിലായിരിക്കും നിലനിൽക്കുന്നത്. എങ്ങനെയാണ്? മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നവയാണ് എന്ത്? ഈ ഒരു എക്കൽ മണ്ണ്. എക്കൽ മണ്ണിന് മണൽ മണ്ണിന്റെയും കളിമണ്ണിന്റെയും അതേ സവിശേഷതകൾ എക്കൽ മണ്ണിനും ഉണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. ദ അലൂവിയൽ സോയിൽ വാരി ഇൻ നേച്ചർ ഫ്രം സാൻഡി ലോം ടു ക്ലേ. പിന്നെയോ ഇത് ഏതൊക്കെ റീജിയൻസിലാണ് ഇത്തരത്തിലുള്ള എക്കൽ മണ്ണുകൾ സാധാരണയായിട്ട് കാണപ്പെടാറുള്ളത്? It is found in limited areas of Rajasthan and also in the plains of Gujarat. അല്ലെ, കൂടുതലായിട്ട് രാജസ്ഥാനിൽ കുറഞ്ഞ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ഇവ ഗുജറാത്തിന്റെ സമതല പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്നത്. രാജസ്ഥാനിലെ അലൂവിയൽ സോയില് എക്കൽ മണ്ണ് അത്രയില്ല, കൂടുതലായിട്ട് ഗുജറാത്ത് സമതലങ്ങളിലാണ് എക്കൽ മണ്ണ് കാണപ്പെടുന്നത്. ഓക്കെ. പിന്നെ there are two different types of alluvial soil. പുതിയതും പഴയതുമായിട്ടുള്ള എക്കൽ മണ്ണുകളുണ്ട്. ഏതൊക്കെയാണ്? പഴയത് ബാങ്കർ, പുതിയത് ഗാദറാണ്. ഓക്കെ. അപ്പം മിസ് ചോദിക്കുകയാണ് ഏതൊക്കെ രണ്ട് മണ്ണിനങ്ങളുടെ സവിശേഷതകൾ നമ്മുടെ എക്കൽ മണ്ണിനുണ്ട് എന്ന് ചോദിക്കുമ്പോൾ മക്കളെ എന്തൊക്കെയാ പറയേണ്ടത്? മണൽ മണ്ണ് അല്ലെ, ഇത്തരത്തിലുള്ള സാൻഡി ലോം, അതുപോലെ തന്നെ കളിമണ്ണ് ക്ലേയുമായിട്ട് നല്ല റിലേഷൻ ഉണ്ട് നമ്മുടെ എക്കൽ മണ്ണിന്. പിന്നെ എക്കലിന്റെ പഴയ എക്കൽ മണ്ണിനെ നമ്മൾ ബങ്കർ എന്ന പേരിട്ട് വിളിക്കുന്നു. പുതിയ എക്കൽ മണ്ണിനെ നമ്മൾ ഗാദർ എന്ന പേരിട്ടും വിളിക്കുന്നു. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള എക്കൽ മണ്ണ് കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ മക്കൾ ഏതൊക്കെ പറയും? ഇറ്റ് ഈസ് ലിമിറ്റഡ് ഇൻ ഏരിയാസ് ഓഫ് രാജസ്ഥാൻ ആൻഡ് ഓൾസോ എക്സ്റ്റെൻസീവ്ലി ഗുജറാത്തിലാണ് കാണപ്പെടുന്നത്. ഗുജറാത്ത് പ്ലെയിൻസിലാണ് സമൃദ്ധമായിട്ട് കാണപ്പെടുന്നത്. നേരിയ തോതിൽ മാത്രമേ എക്കൽ മണ്ണ് രാജസ്ഥാനിൽ കാണപ്പെടുന്നുള്ളൂ. ഓക്കെ. പിന്നെ the alluvial soil in the lower and middle Ganga plains and Brahmaputra valley are more loamy and clay. ഗംഗാ സമതലത്തിലും ബ്രഹ്മപുത്ര സമതലത്തിലും കാണപ്പെടുന്ന എക്കൽ മണ്ണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബ്രഹ്മപുത്ര ഗംഗാ സമതലങ്ങളുടെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഇത്തരം മണ്ണ് കൂടുതൽ നേർത്തതും കളിമണ്ണ് കലർന്നതുമായി കാണപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. നേർത്ത മണ്ണായിട്ടും കളിമണ്ണ് കലർന്ന മണ്ണായിട്ടുമാണ് എക്കൽ മണ്ണ് എവിടെ കാണപ്പെടുന്നത്? ഏതൊക്കെ സമതലങ്ങളിൽ കാണപ്പെടുന്നത്? മക്കൾ പറഞ്ഞേ. ബ്രഹ്മപുത്ര ആൻഡ് ഗംഗാറ്റിക് പ്ലെയിൻസില് സമതലങ്ങളിൽ കാണപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള എക്കൽ മണ്ണ് നമ്മൾ ധാരാളമായി എന്ത് പണിക്കാണ് യൂസ് ചെയ്യാറുള്ളത്?
നോക്കിക്കേ, the alluvial soil, അല്ലെ, the alluvial soil is well suited for agriculture, അല്ലെ. ഇത് ഏറെ അനുയോജ്യമായത് കൃഷിക്ക് വേണ്ടിയിട്ട് ഏറെ അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ്, അല്ലെ. പിന്നെ the red soil is found in the southern part of middle Ganga plain. ഇത്ര ചെമ്മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ ഗംഗാ സമതലത്തിലാണ് എന്നും മക്കള് മനസ്സിലാക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്, അല്ലെ. തെക്കൻ ഭാഗങ്ങളായി ചെമ്മണ്ണ് കാണപ്പെടുന്നു. മധ്യ ഗംഗാ സമതലത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലാണ് എന്ത് ടൈപ്പ് ഓഫ് മണ്ണ് കാണപ്പെടുന്നത്? ഏതാണ്? റെഡ് സോയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഈ ഒരു ചെമ്മണ്ണിന്, റെഡ് സോയിലിന് ഈ റെഡ് കളർ കൊടുക്കുന്നത് ആ ഒരു മണ്ണിൽ എന്തിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് അയൺ ഇൻ ദ സോയിൽ ദാറ്റ് ഗിവ്സ് എ റെഡ് കളർ. ഓക്കെ, എന്താണ് പറയുന്നത്? ഈ ഇരുമ്പിന്റെ സാന്നിധ്യം ഈ മണ്ണില് ഉള്ളത് കൊണ്ടാണ് ഇതിനെ എന്ത് പേരിട്ട് വിളിക്കുന്നത്? റെഡ് സോയിൽ എന്ന പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് the soil found in the Sundarbans Delta region എന്ന് പറയുന്നത് saline soil ആണ്. ഇതിനെ saline soil എന്ന് വിളിക്കാൻ കാരണം എന്താണ്? പൊതുവെ നമ്മൾ ഈ ഒരു സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനെ നമ്മൾ ലവണ മണ്ണ് എന്നാണ് പറയാ. ലവണ മണ്ണ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? saline soil. സുന്ദർബൻസ് ഡെൽറ്റ റീജിയൻസിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലവണ മണ്ണ്, സെലൈൻ സോയിൽ എന്ന് പറയുന്നത്. അതെങ്ങനെയുള്ള സോയിലാണ്? ഇറ്റ് ഈസ് സെലൈൻ സോയിൽ എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സാൻഡ് ആൻഡ് ലോം. ഈ ഒരു ലവണ മണ്ണില് പൊതുവെ ഉപ്പിന്റെ അംശം കൂടുതലായതുകൊണ്ടും, അല്ലെ, മണലും പശ്ചിമ മണ്ണും കൂടിക്കലർന്ന മണ്ണിനുമാണ് ഇത്. ഓക്കെ, പിന്നെ ഇൻ സർട്ടൻ ഏരിയാസ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, അല്ലെ. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് വിട്ടുപോയി. ദ സീ വാട്ടർ ഇൻട്രൂഷൻ ഇൻ ടു ഡെൽറ്റ കോസ് ദ ഫോർമേഷൻ ഓഫ് സെലൈൻ സോയിൽ. ഈ ഒരു ഡെൽറ്റായിക് റീജിയനിലേക്ക്, ഈ സുന്ദർബൻ റീജിയനിലേക്ക്, അല്ലെ, ഈ കടലിന്റെ അത്രയും കടൽ വെള്ളം അതിലൂടെ ഒഴുകുന്നത് കൊണ്ടാണ് ഇതിൽ എന്ത് മണ്ണ് അവിടെ ഫോം ചെയ്യാൻ കാരണം? സെലൈൻ സോയിൽ അവിടെ ഫോം ചെയ്യാൻ കാരണം. ഓക്കെ, ഇപ്പൊ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ കുറെ ഏരിയാസിൽ there is intensive cultivation with excessive irrigation. The fertile alluvial soil has turned saline. പലതരത്തിലുള്ള കൃഷി രീതികൾ കൊണ്ടും അവിടെയുള്ള ഇത് സോയിൽ എന്തായിട്ട് മാറി? സെലൈൻ സോയിലായി മാറി. അങ്ങനെ സെലൈൻ ടൈപ്പ് സോയിൽ ഉള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് കോസ്റ്റൽ റീജിയൻസ് ഓഫ് വെസ്റ്റ് ബംഗാൾ. പിന്നെ വെസ്റ്റ് ബംഗാളിന്റെ പല റീജിയൻസിലും നമുക്ക് എന്ത് തരത്തിലുള്ള മണ്ണിനെ കാണാൻ പറ്റുന്നുണ്ട്? ഈ ഒരു പീറ്റൽ സോയിൽ, പീറ്റൽ മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? വെസ്റ്റ് ബംഗാളാണ്, അല്ലെ. ഓക്കെ, and in certain areas of North Indian plain where there is intense cultivation with excessive irrigation, അവിടെ മണ്ണ് സെലൈനായി മാറുന്നു. അപ്പോൾ ഈ വെസ്റ്റ് ബംഗാൾ സംസ്ഥാനങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് പീറ്റ മണ്ണാണ്. അതാണ് പറയുന്നത്, അല്ലെ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പലയിടങ്ങളിലും ജലസേചനത്തിലൂടെ തീവ്ര കൃഷി നടത്തിയ ഇടങ്ങളിൽ എക്കൽ മണ്ണിന്റെ ശോഷണം സംഭവിച്ചിട്ടാണ് അവിടെ ലവണ മണ്ണായിട്ട് മാറുന്നത്. അത് കൂടുതലായിട്ട് പശ്ചിമ ബംഗാളിന്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് പീറ്റ മണ്ണ് എന്നും മക്കള് മനസ്സിലാക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സോയിൽ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്, ഇറ്റ് ഈസ് ആരിഡ് സോയിൽ. എന്താണ് ആരിഡ് സോയിൽ എന്ന് പറയുന്നത്? ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് അത് കാണപ്പെടുന്നത് നോക്കിയാലോ. It is the soil extensively found in the western parts of North Indian plain. Okay. എന്നുവെച്ചാൽ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ രാജസ്ഥാനിലാണ് ഈ ഒരു മണ്ണ്, ആരിഡ് സോയിൽ, കൂടുതൽ ഈ ഒരു വരണ്ട മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇപ്പൊ ഘടനാപരമായി മണൽ രൂപവും അതുപോലെ തന്നെ ലവണത്വ സ്വഭാവമുള്ള ഈ മണ്ണിൽ ജൈവാംശവും ജലാംശവും വളരെ കുറവായിരിക്കും. വരണ്ട മണ്ണിൽ അങ്ങനെ ജലാംശം ഉണ്ടാവില്ലല്ലോ. ഓക്കെ, അതാണ് പറയുന്നത്. ഇറ്റ് ഈസ് ജനറലി സാൻഡി ആൻഡ് സെലൈൻ ഇൻ സ്ട്രക്ചർ ആയിരിക്കാം. ഓക്കെ, അതിനാൽ ഈ മണ്ണിൽ സസ്യ വളർച്ചയ്ക്ക് ജലസേചനം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സോയിൽ ലാക്സ് ഹ്യൂമസ് ആൻഡ് മോയ്സ്ചർ, സോ ഇറ്റ് നീഡ്സ് ഇറിഗേഷൻ സപ്പോർട്ട് ഇൻ ഓർഡർ ടു ഫോർ ദ പ്ലാന്റ്സ് ടു ഗ്രോ എന്നാണ് പറയുന്നത്. ഓക്കെ,
അപ്പൊ arid soil കൂടുതലായിട്ട് എക്സ്റ്റെൻസീവ്ലി കാണപ്പെടുന്നത് രാജസ്ഥാനിലാണ്. Intensive cultivation is needed in order for the purpose of plants to grow. Okay, അപ്പോ ഏതൊക്കെ സോയിൽ ആണ് നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്തത്? ഇറ്റ് ഈസ് ഈ ഒരു ഗ്രീൻ പാർട്ടില്ലേ, ഈ ഒരു ഗ്രീൻ പാർട്ടിലാണ് അലൂവിയൽ സോയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അലൂവിയൽ. പിന്നെ ഈ ഒരു റീജിയൻസ് ആണ് ആരിഡ് സോയിലിന്റെ എക്സിസ്റ്റൻസ് പറയുന്നത്. ആൻഡ് ദിസ് റീജിയൻ ഇറ്റ് ഈസ് ബ്ലാക്ക് സോയിലിൻ്റെതാണ്. ഇവിടെ ബ്ലാക്ക് സോയിൽ കണ്ടൻസ് ആണ് ഈ ഒരു മാപ്പിന്റെ പിക്ചറൈസേഷൻ. പിന്നെ റെഡ് ആണ് ലാറ്ററൈറ്റ് സോയിലിന്റെ പ്രസൻസ്, ലാറ്ററൈറ്റ് സോയിൽ. ഓക്കെ, പിന്നെ ഇത് റെഡ് ആൻഡ് യെല്ലോ സോയിൽസിൻ്റെതാണ്. ഇത് നമ്മളെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലോ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവിടെയുള്ള ഈ ഒരു നോർത്തേൺ ഇന്ത്യയിലെ ആളുകൾ, ആ സമതലങ്ങളിലെ ആളുകളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ, ഇറ്റ് ഈസ് ഹ്യൂമൻ ലൈഫ്, ജനജീവിതം. ഓക്കെ, എങ്ങനെയായിരുന്നു ആളുകൾ അവിടെ ജീവിച്ചിരുന്നത്? ഇറ്റ് ഈസ് ഫെർട്ടൈൽ അലൂവിയൽ സോയിൽ. ആൻഡ് ഫെർട്ടൈൽ അലൂവിയൽ സോയിൽ എന്ന് പറയുമ്പോൾ ഫലഭൂഷ്ടമായ എക്കൽ മണ്ണ് കൊണ്ടും ആൻഡ് ഫ്ലാറ്റ് ടോപ്പോഗ്രഫി, നിരപ്പാർന്ന ഭൂപ്രകൃതി കൊണ്ടും ആൻഡ് പ്രസൻസ് ഓഫ് പെറീനിയൽ റിവേഴ്സ്. എന്താണ് പെറീനിയൽ റിവേഴ്സ് എന്ന് പറയുമ്പോൾ? എപ്പോഴും നീരൊഴുക്കുള്ള നദികൾ ഉള്ളത് കൊണ്ടും. ഓക്കെ, ആൻഡ് ഫേവറബിൾ ക്ലൈമറ്റ്, അനുയോജ്യമായ കാലാവസ്ഥ തുടങ്ങിയവ ഈ ഒരു മഹാസമതലത്തിന്റെ സവിശേഷതകൾ ഏറെയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു സമതലത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? ഫെർട്ടൈൽ അലൂവിയൽ സോയിൽ, ഫ്ലാറ്റ് ടോപ്പോഗ്രാഫി, പ്രസൻസ് ഓഫ് പെറീനിയൽ റിവേഴ്സിലെ നല്ല നീരൊഴുക്കുള്ള നദികൾ കൊണ്ടും ആൻഡ് ഫേവറബിൾ ക്ലൈമറ്റ്, അനുയോജ്യമായ കാലാവസ്ഥ കൊണ്ട് സമൃദ്ധമാണ് നമ്മുടെ നോർത്തേൺ പ്ലെയിൻ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, although this extensive plain accounts for less than 1/4 of total area of our country, it is home to more than half of India's total population. ഈ ഒരു നോർത്തേൺ ഇന്ത്യയിലാണ് എന്ത് ഇപ്പൊ നോക്കാം, ഉത്തര മഹാസമതലത്തിന്റെ വിശേഷതകളാണ് നമ്മൾ പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 1/4 ഭാഗത്തിനും താഴെയാണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. Okay, and the North Indian Plain plays a very important role in building India's economic system based on agriculture sector. നമ്മുടെ ഇന്ത്യയിലെ സാമ്പത്തികമായ വളർച്ചയ്ക്ക് വലിയ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്ലെയിൻ ആണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു പ്രദേശം. പിന്നെ കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ നല്ല രീതിയിൽ പടുത്തുയർത്താൻ ഈ ഒരു ഉത്തരേന്ത്യൻ മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ എന്തൊക്കെ ടൈപ്സ് ഓഫ് ക്രോപ്സ് ആണ് ജനങ്ങൾ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ? ഓക്കെ, ദ വീറ്റ്, rice, jute and sugar cane are widely cultivated here. എന്തൊക്കെയാണ് ഇവിടെ? ഗോതമ്പ്, നെല്ല്, ചണം, കരിമ്പ് തുടങ്ങിയ വ്യത്യസ്ത വിളകൾ വ്യാപകമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഉത്തരേന്ത്യൻ മേഖലകളിൽ എന്ന് മക്കള് മനസ്സിലാക്കണം. പിന്നെയോ എക്സ്റ്റെൻസീവ് കൾട്ടിവേഷൻ supported by irrigation has made this plain granary of India. നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച വലിയ രീതിയിൽ പടുത്തുയർത്താൻ നമ്മുടെ ഉത്തരേന്ത്യൻ മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് മെയിൻലി ഈ ഒരു കൃഷി മൂലമാണ്. എന്തൊക്കെ തരത്തിലുള്ള ധാന്യങ്ങളാണ് ഉത്തരേന്ത്യൻ മേഖലയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മക്കളെ ഏതൊക്കെയാ പറയേണ്ടത്? ഗോതമ്പ്, നെല്ല്, ചണം, കരിമ്പ് തുടങ്ങിയവ വ്യാപകമായി കൃഷി ചെയ്യുന്ന മേഖലയാണെന്നും പിന്നെ ജലസേചനത്തിന്റെ സഹായത്തോടെ അതിവിപുലമായ കൃഷി രീതിയാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നും മക്കള് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ്. The entire plain except the Thar desert has a well-developed network of roads and railway. ഇപ്പൊ താർ മരുഭൂമി ഒഴികെയുള്ള പ്രദേശങ്ങൾ സമതലത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും റോഡുകളും റെയിൽ പാതങ്ങളുടെയും അതിവിപുലമായ ശൃംഖലയുണ്ട്. താർ മരുഭൂമി ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും റോഡുകളും റെയിൽവേ കൊണ്ട് സമൃദ്ധമായി എന്നാണ് പറയുന്നത്. ഓക്കെ,
പിന്നെ എന്തൊക്കെ ടൈപ്സ് ഓഫ് ക്രോപ്സ് ആണ് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഖാരിഫ്, റാബി, സെയ്ദ് ആർ ദ ഡിഫറെന്റ് ക്രോപ്പിംഗ് സീസൺസ് അല്ലെ. ഇവിടെയുള്ള വ്യത്യസ്ത കാർഷിക കാലങ്ങളാണ് ഏതൊക്കെ? ഈ ഒരു ഉത്തരേന്ത്യൻ മേഖലയിലുള്ള വ്യത്യസ്ത കാർഷിക കാലങ്ങളാണ് ഏതൊക്കെ മക്കളെ? ഖാരിഫ്, റാബി ആൻഡ് സെയ്ദ് അല്ലെ. ഇറ്റ് ഈസ് ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ 3 വ്യത്യസ്ത കാർഷിക മേഖലകളായിട്ടാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വിവിധങ്ങളായ ആളുകൾ കൃഷി ചെയ്യുന്നത് ഈ ഒരു കാർഷിക കാലങ്ങളിലാണ് എന്ന് മക്കള് മനസ്സിലാക്കിയാൽ മതി. എന്താണ് ഖാരിഫ് എന്ന് പറയുന്നത് നോക്കിയാലോ? ഓക്കെ, ഖാരിഫ് എന്ന കാലാവസ്ഥ എന്ന് പറയുന്നത് അസോസിയേറ്റഡ് വിത്ത് ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ അല്ലെ. സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണുമായിട്ട് നിലനിൽക്കുന്ന ക്രോപ്പിംഗ് പാറ്റേൺ ആണ് ഖാരിഫ് ക്രോപ്പിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, കാർഷിക രീതിയാണ് ഖാരിഫ് എന്ന് പറയുന്നത്. വാട്ട് അബൌട്ട് റാബി? ഇറ്റ് ബിഗിൻസ് വിത്ത് ഓൺസെറ്റ് ഓഫ് കോൾഡ് സീസൺ. ഇത് ബിഗിൻ ചെയ്യുന്നത് ഈ ഒരു ക്രോപ്പിംഗ് പാറ്റേൺ ഉപയോഗിക്കുന്നത് ഏത് കാലാവസ്ഥയിലാണ്? നല്ല തണുപ്പുള്ള അതിശൈത്യ കാലാവസ്ഥയിലാണ്. ഓക്കെ, വാട്ട് അബൌട്ട് സെയ്ദ് ക്രോപ്പിംഗ് പാറ്റേൺ? എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്? ഇറ്റ് ഈസ് എ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പിംഗ് പാറ്റേൺ സ്റ്റാർട്ട്സ് ആഫ്റ്റർ ദ കൾട്ടിവേഷൻ ഓഫ് റാബി ക്രോപ്സ്. ശൈത്യകാലത്ത് കൾട്ടിവേറ്റ് ചെയ്യുന്ന റാബി ക്രോപ്സിന്റെ കൾട്ടിവേഷൻ കഴിഞ്ഞ അപ്പൊ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് ആണ് സെയ്ദ് ക്രോപ്സ്. ഓക്കെ, അപ്പോ എന്താ നമ്മൾ പറഞ്ഞത്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഖാരിഫ് എന്നും ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലമാണ് റാബി എന്നും, സെയ്ദ് എന്ന് പറയുമ്പോൾ റാബി വിളവുകളുടെ വിളവെടുപ്പ് കഴിഞ്ഞാൽ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് സെയ്ദ് ക്രോപ്പിംഗ് പാറ്റേൺ എന്നും മക്കള് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? മെയിൻലി നമ്മൾ പറഞ്ഞു വി ഹാവ് ഡിസ്കസ്ഡ് ദ ഹ്യൂമൻ ലൈഫ്. അവിടെയുള്ള ആളുകളുടെ ഹ്യൂമൻ ലൈഫിനെ കുറിച്ചും അല്ലെ. ഹ്യൂമൻ ലൈഫ് എന്ന് പറയുമ്പോൾ മെയിൻലി ഡിപ്പെൻഡഡ് അപ്പോൺ വേരിയസ് ടൈപ്സ് ഓഫ് സോയിൽ ക്രോപ്പിംഗ് പാറ്റേൺ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ആളുകൾ അല്ലെ. ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. എന്തൊക്കെ ടൈപ്സ് ഓഫ് സോയിൽ ടൈപ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ. അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെഷനിൽ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത നോർത്തേൺ ഇന്ത്യൻ പ്ലെയിനിന്റെ വെതർ സീസൺസ് കുറിച്ച് പറഞ്ഞു. എന്തൊക്കെ ക്രോപ്പിംഗ് പാറ്റേൺസ് അല്ലെ. വെതർ സീസൺസ് എന്ന് പറയുമ്പോൾ നോർത്തേൺ പ്ലെയിനിന്റെ വെതർ സീസൺസ് ഏതൊക്കെയാണ് പറഞ്ഞ ഒന്നും കൂടെ? ഹോട്ട് വെതർ സീസൺ, കോൾഡ് വെതർ സീസൺ, സൗത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ, നോർത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ. പിന്നെ ഏതൊക്കെ ക്രോപ്പിംഗ് പാറ്റേൺ ആണ് ഇവിടെ അവർ യൂസ് ചെയ്യുന്നത് പറഞ്ഞേ, പറയൂ. ഓക്കെ, ഇറ്റ് ഈസ് ഖാരിഫ്, റാബി, സെയ്ദ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ത്രൂ ഔട്ട് ആയിട്ട് പറഞ്ഞത് അല്ലെ. അപ്പോ നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം കേട്ടോ. താങ്ക് യു.